ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ഒറ്റപ്പാലം KSEB ഓഫീസിന് മുമ്പിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ കൊടുക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ഫോം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ സാറ് പറഞ്ഞത് ഇത് കേരളം എല്ലായിടത്തും ഇതുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടുകളിലൊക്കെ എപ്പോഴും ഒരു ചെറിയൊരു വാട്സ് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ഒരു ഉണ്ടാവുക. പുതിയ വീടുകളൊക്കെ കറക്റ്റ് വാട്സ് കൊടുത്തിട്ടുണ്ടാവും. 3 പൈസ ആണെങ്കിൽ തന്നെ ചിലപ്പോൾ 5000 വാട്സ് ഉണ്ടാവും. അതിന് മേലേക്ക് കൂടുതൽ വാട്സ് ഉണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 5000-ന് മേലേക്ക് നിങ്ങൾക്ക് വാട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് കറക്റ്റായിട്ട് ഈ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് KSEB കൊടുക്കുക. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ല, ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് മാർച്ച് 31-ാം തീയതി വരെയൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി എന്ത് ലോഡ് കൂടിയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് പൈസ വരും. അപ്പോൾ 3 ഫേസ് ആണെങ്കിൽ ഒരു 10 കിലോ വാട്ട് വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു 5 കിലോ വാട്ട് വരെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫോം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോമിൽ ഇത് കറക്റ്റായിട്ട് ഓരോ സംഭവങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ KSEBയിലും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിലത്തെ ഉടമസ്ഥനെ തന്നെ പോയിട്ട് ഇത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കറണ്ട് ബില്ല് എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൽ എത്ര കിലോ, ഇപ്പോൾ ചിലതിലൊക്കെ 1000 വാട്ട്സാണ്, അതായത് 1 കിലോ വാട്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ വീടുകളിൽ ഇപ്പോൾ 1 കിലോ വാട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ബില്ല് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അത് വരുന്ന സമയത്ത് മാറ്റുകയും ഫൈനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എമൗണ്ട് കൂടും. അപ്പോൾ നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉള്ളത് ഒറ്റപ്പാലം KSEB ഓഫീസിന് മുമ്പിലാണ്. അതേപോലെ നിങ്ങൾ KSEB ഓഫീസിൽ പോയിട്ട് ഈ ഫോം വാങ്ങിക്കഴിഞ്ഞാൽ സ്വയം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഓരോന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാട്സും എണ്ണവും ആകെയുള്ള വാട്സും ഒക്കെ പാടെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് കേട്ടോ.